സിറ്റുവേഷൻ ഉണ്ടാക്കി പറയുന്നത് വെച്ചാൽ ഈ 60 ദിവസങ്ങളിൽ ജയിലായിരുന്നു. മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള വ്യക്തികളിലൂടെയും ഞാൻ കേട്ടത് ഈ ഷൂട്ടിംഗ് നിന്നുപോയി, ഇനി ഇത് തുടരില്ല, ഷൈനെ മാറ്റി വേറെ വെച്ച് തുടങ്ങുന്നു, അങ്ങനെ പല അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ. അപ്പോൾ എല്ലാവരുടെ സമ്മതത്തോടും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ഷൂട്ടിംഗ് തുടരുകയാണ്. ഒരു 10-17 ദിവസം കൂടി ഇതിന്റെ ഷൂട്ടിംഗ് ഉണ്ടാവും. വളരെ നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. എല്ലാവരും വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾ ചെയ്തു തീർക്കും, നിങ്ങളുടെ മുന്നിലെത്തിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന ചിത്രം. എന്തെങ്കിലും ചോദിക്കാനുണ്ട്? എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഷൈൻ പറയുന്നുണ്ട് താൻ കൊക്കയിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എല്ലാവരും കണ്ടതും കേട്ടതും കൂടിയാണ് എല്ലാവരും എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ പേര് വെട്ടി പുറത്തിറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. കേസിനെ പറ്റിയോ അതിനെ ബന്ധപ്പെട്ടോ ഒന്നും ചർച്ച ചെയ്യാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പടത്തിനെ കുറിച്ചും എൻ്റെ പ്രൊഫഷനെ കുറിച്ചും അത് തുടർന്ന് കൊണ്ടുപോവുകയാണ് എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കോടതിയും അത് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. വേറൊരു അവസരത്തിൽ ഞാൻ നിങ്ങളായിട്ട് അത് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കത് സംസാരിക്കുന്നതിൽ നിന്ന് അനുമതിപ്പെടുന്നു. അതെ, ഷൈൻ്റെ വീട്ടുകാരടക്കം വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഷൈൻ ഒരു ട്രാപ്പിൽ പെടുകയായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതായിരുന്നോ സംഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ട്രാപ്പിൽ പെടുകയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്രയും കാലത്തെ വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നിയതാണ്. എന്തായാലും കോടതിയുടെ കീഴിലാണ്, അണ്ടറിലാണ് ആ കേസ്. കോടതിയിലാണ് നമ്മൾ അതൊക്കെ തെളിയിക്കേണ്ടത്. ഷൈൻ ഇങ്ങനെ പറയുമ്പോഴും ഞാനിപ്പോൾ പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഷൈൻ ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമ ഒരു സാമൂഹ്യ മാധ്യമമാണ്. നാട്ടിലെ ജനങ്ങളോടാണ് സംവദിക്കേണ്ടത്. നിങ്ങളുടെ സിനിമ കാണേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവമായിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ ആ വാസ്തവം എന്തായിരുന്നു ജനങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്. ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയേണ്ടതാണ്, ഞാൻ പറയും. പക്ഷെ അതിനുള്ള അനുമതി എനിക്കില്ല. അപ്പോ കുറച്ച് പരിമിതികളുണ്ട് എനിക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാനും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ഷൈൻ പറഞ്ഞു തുടങ്ങിയ വാചകം തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമായ ഈസ്റ്ററിന് നമ്മുടെ സിനിമ തുടങ്ങുന്നതാണ്. ക്രൂശിലേറ്റപ്പെട്ട ഒരാളുടെ ഉയർത്തെഴുന്നേൽപ്പ് ക്രൂശിലേറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ. ആ വാക്കിൽ തന്നെ ഒരു നിരപരാധിയുടെ സ്വരമുണ്ട്. പക്ഷെ കർശന ജാമ്യ വ്യവസ്ഥകളുള്ള ഒരാൾക്ക് ഇപ്പൊ കേസ് എന്താണ്, കേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഇപ്പൊ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ല. അത് അങ്ങനെ പറഞ്ഞാൽ അത് മറ്റേതെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കാനോ ഒക്കെ നമ്മൾ പരസ്യമായി നടത്തുന്ന ഒരു പത്രസമയമായിട്ട് ഇത് മാറും. പക്ഷെ ഷൈൻ നിരപരാധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സിനിമാ പ്രവർത്തകർ ഷൈന് മുഴുവൻ പിന്തുണയും നൽകുന്നത്. ഈ സിനിമയിലൂടെ ഷൈന്റെ പ്രൊഡക്ഷനിലൂടെ ഷൈൻ ഇതിന് മറുപടി പറയും. തീർച്ചയായും കുറച്ചു നാൾ കാത്തിരുന്നാൽ ഷൈൻ നിരപരാധിയാണെന്നുള്ള കാര്യം കാലം തെളിയിക്കും. അതുവരെ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, ജയരാജ് പറഞ്ഞു വരുന്നത് അപ്പൊ സിനിമയിൽ ഇങ്ങനെ ഒരു പ്രവണതയില്ല, സ്റ്റഫ് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഇതില്ലാത്തവരോ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സിനിമാ പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞാൽ അപ്പൊ സിനിമയിൽ അങ്ങനെ ഒരു പ്രവണതയില്ലേ? എല്ലാ മാധ്യമ അല്ല, ഞാൻ ഷൈന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഷൈനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ഷൈനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവത്തോടു കൂടി സിനിമാ മേഖല ആകെ ആരോപണങ്ങളുടെ ഒരു ഇതിലായിപ്പോയി. കാരണം ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കടക്കം ഒരു ചീത്തപ്പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ സിനിമ നമുക്ക് ഇത്രയേറെ ജനകീയമായതുകൊണ്ടാണ് സിനിമയിലെ വിഷയങ്ങൾ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാ മേഖലകളിലും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ മയക്കുമരുന്നും ഒക്കെ സിനിമയിൽ മാത്രമല്ല പല മേഖലകളും ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് 83 ഞാൻ കോളേജിൽ പഠിക്കുന്ന ആ കാലത്തൊക്കെ കോളേജിലൊക്കെ സുലഭമായിട്ട് വിദ്യാർത്ഥികൾ അന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന സമയം ഉണ്ടായിരുന്നു, തുടർന്നുണ്ട്. പിന്നെ സിനിമകളിൽ ജോൺ അബ്രഹാം, ഭരതൻ സാറൊക്കെ പോലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സിനിമകളിലും മറ്റു മേഖലകളിലും ഒക്കെ ഇതുണ്ട്. ഇപ്പൊ ഇതൊരു പുതിയ പ്രവണതയൊന്നുമല്ല. ന്യൂ ജനറേഷന്റെ പുറത്ത് അങ്ങനെ മാത്രം കെട്ടിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. എല്ലാ മേഖലകളിലും
ഇതുപോലെ പുകയിലയും അല്ലെങ്കിൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരും മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ ബ്ലസിയും രേഷ്മയും എന്ന് പറയുന്ന ആളുകൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരിമരുന്നിന്റെ വിൽപ്പനക്കാരായിരുന്നു എന്നുള്ളത് ഷൈൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഷൈൻ ഈ തന്റെ സുഹൃത്തുക്കളായ ബ്ലസിയെയും രേഷ്മയും കാണാനാ പോയിരുന്നതാണ്. ഷൈൻ ഇക്കാര്യമൊന്നും അറിയില്ലായിരുന്നു ഇവര് ലഹരി ഉപയോഗിക്കുന്നുള്ളത്. അതിന്റെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾക്കൊരു ജാമ്യം തരുമ്പോൾ അതിലുള്ള നിബന്ധനകളാണ്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ കോടതിയുടെ കീഴിലുള്ള കേസാണ്. കോടതിയിലാണ് നമ്മളതെല്ലാം പറഞ്ഞ് സംസാരിക്കേണ്ടത്. കോടതി അതിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെ എല്ലാം ബഹുമാനിക്കുന്നതാണ്. വേറൊരു അവസരത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. എനിക്കിപ്പോൾ കുറച്ച് അത് പറയേണ്ടത്. ഷൈന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഷൈൻ അവിടെ സിനിമയുടെ കഥ കേൾക്കാൻ ചെന്നാണെന്നാണ് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഏത് സിനിമയുടെ കഥയാണ് നിങ്ങൾ ചർച്ച ചെയ്തത് അവിടെ? ഇത് കോടതിയിൽ അഭിഭാഷകൻ വാദിച്ച കേസാണ്. ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്താ സിനിമ ഡിസ്കഷൻ ഉണ്ടായിരുന്നു? ഏത് സിനിമയുടേതായിരുന്നു? ഇന്നും അത് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇങ്ങനൊരു അവസരത്തിൽ എനിക്ക് ഇവിടെ അതൊന്നും ചർച്ച ചെയ്യാനുള്ള അവകാശമില്ല. ഈ സിനിമ മാത്രമാണോ ഈ മടങ്ങിപ്പോയത്? വേറെ കുറച്ച് സിനിമകളും കൂടെ ഉണ്ടായിരുന്നു. ഈ സിനിമ KL10 എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഫെബ്രുവരിയിൽ തന്നെയാണ് ഷൂട്ട് വെച്ചിരുന്നത്. ഫെബ്രുവരി 18 അപ്പൊ അത് അവർക്ക് വേറൊരു നിർവാഹം ഇല്ലാത്ത കാരണം അവർ തുടങ്ങി. അതെനിക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ തുടങ്ങാനുണ്ടായിരുന്ന പടം ഇത് കഴിഞ്ഞിട്ട് തുടങ്ങും. KL10 ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട ഈ ഷൈൻ ഇതിഹാസ എന്ന് പറയുന്ന ഒരു ചിത്രം ഹിറ്റായതിനു ശേഷം ഷൈന്റെ ഒരു പെട്ടെന്നുള്ള വളർച്ചയിൽ ഷൈന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഷൈനെ ഒറ്റ കൊടുത്തതെന്ന് പറയുന്നു. വിശ്വസിക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒറ്റ കൊടുക്കാനാണെങ്കിൽ എത്ര പേര് ഒറ്റ കൊടുക്കും? നമ്മൾക്ക് ആവേണ്ടത് നമ്മളാവും ആരൊറ്റ കൊടുത്താൽ. അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റ കൊടുക്കലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 60 ദിവസം ജീവിതത്തിൽ എന്താണ് ഒരു മാറ്റം സംഭവിച്ചത്? ഈ 60 ദിവസങ്ങൾ ഞാൻ അനുഭവിച്ച വേദനയെക്കാളും എന്നെ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിൽ എത്തിച്ച മറ്റേതൊരു പയ്യനെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്നതിനേക്കാൾ എല്ലാ സൗകര്യത്തോടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ട നമ്മളെ എത്തിച്ചേർക്കേണ്ട എല്ലാ രീതികളിലും നമ്മുടെ മുൻഗണന എന്റെ അച്ഛനും അമ്മയും അനുഭവിച്ചതാണ്. അതെനിക്കൊരിക്കലും പറഞ്ഞു തരാൻ സാധിക്കില്ല. മനസ്സിലാക്കേണ്ടതാണ്. ഈ 60 ദിവസങ്ങളിലായി വന്ന വാർത്തകളും ചാനലിൽ വന്ന പരിപാടികളൊക്കെ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് ആ സമയം കടന്നുപോയതെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇനി ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിക്കും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ലഹരി വസ്തുക്കൾ ദൂരെ വരിക, അതിന്റെ പ്രദേശത്ത് പോലും ഇപ്പൊ പറഞ്ഞിരുന്നു ലഹരി വസ്തുക്കളുടെ ദൂരെ ആ പരിസരത്ത് പോലും പോകരുതെന്ന്. ഷൈനെ ഒരുപക്ഷെ ഷൈന്റെ ആത്മമിത്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പല ആളുകളും ഇത്തരത്തിൽ ലഹരി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരായിട്ടുള്ള സൗഹൃദം തുടർന്നു പോകും. എനിക്കത് ഉപയോഗിക്കുന്ന കാര്യം അറിയില്ല. നിങ്ങൾക്കറിയുമോ? ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സീക്രട്ട് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. ആരാധകരോടും ജനത്തിനോടും എന്തെങ്കിലും പറയാനോ? ഈ പറഞ്ഞ 60 ദിവസങ്ങളിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയും ഇനി അനുഭവിക്കാൻ പാടില്ല. എന്റെ മാതാവ് അല്ലെങ്കിൽ എന്റെ അമ്മ ചെറുപ്പം മുതലേ പറയും മദ്യപിക്കരുത്, പുകവലിക്കരുത്. പക്ഷെ നമ്മുടെ നാട്ടിലെ മദ്യപാനവും പുകവലിയും ലീഗലായതുകൊണ്ട് അതൊരു ലഹരിയായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നതാണ്. അവരനുസരണക്കേടെന്നുള്ള ഫലം ഞാൻ അനുഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റിയ അവസരം 6 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മനസ്സിലാവും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിലേക്കാൾ വലിയൊരു ലഹരിയില്ല. അപ്പൊ ഇത് ചെയ്തത് ഇങ്ങനൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായത് സെൽഫ് ആക്ടിനും ആ ഒരു ലഹരി ഉപയോഗിക്കുന്നതും വിമുക്തനാകാൻ സാധിച്ചു. ആ ഒരു ലഹരി ഉപയോഗിച്ചു എന്നല്ല ഉപയോഗിച്ചെന്ന് പറഞ്ഞു. ഉപയോഗിച്ചിരുന്നു മാതാപിതാക്കൾ. അപ്പൊ അതിൽ നിന്ന് ഒരു വിമുക്തനാകാൻ നിങ്ങൾ സഹായിച്ചോ? ജീവിതത്തിൽ ലിക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പരിഹാരമായിട്ട് കണ്ടത് ലിക്കർ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് അന്ന് ഉപയോഗിച്ചിരുന്ന അന്നല്ല പറഞ്ഞത്. ലിക്കർ ഉപയോഗിക്കുന്ന ഒരാളെന്നാണ് മനസ്സിലായത്. ഉപയോഗിച്ചു എന്നല്ല ചോദിച്ചത്. ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അതിൽ നിന്ന് വന്നപ്പോൾ ഒരു കറക്റ്റീവ് മെഷർ അവൻ ഈ ഒരു ഇൻസിഡന്റ് സഹായിച്ചോ എന്നാണ് ചോദ്യം. ലഹരിയല്ല ഞാൻ പറഞ്ഞത്. ലിക്കറെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലഹരി ഞാൻ പറഞ്ഞു.
ഇല്ല ഇല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് 18 വയസ്സ് മുതലേ ഇത് ഉപയോഗിക്കുന്നെന്ന് പറയുന്നത്. പുക വലിക്കുന്നതിനാണ് നിങ്ങൾ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു മദ്യപാനം ഷൈൻ പറഞ്ഞു വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു വന്നത് വീട്ടുകാരടക്കം. ഷൈൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു യുവതികളുടെ അവസ്ഥ എന്തായിരുന്നു? അവരെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ചോദ്യം, അതായത് ഈ ഒരു വീഴ്ച വരുമ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കളിൽ നല്ലവരെയും മോശമായതും തിരിച്ചറിയുന്നത് പറയുന്നത്. ഇപ്പോൾ 3 ദിവസമായി ജാമ്യം കിട്ടിയ സുഹൃത്തുക്കളിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് പുറത്തുള്ളവരും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയവരും എന്നെ ഫോൺ വിളിച്ച് നടത്താൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്ത് ജയിച്ചു വരണം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. കമൽ സാർ വിളിച്ചിരുന്നു, ജയരാജ് സാർ വിളിച്ചിരുന്നു. എല്ലാവരും ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട്, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ അച്ഛനും അമ്മയും സഹോദരികളും സഹോദരന്മാരും ബന്ധുക്കളും നാട്ടുകാരും ഇന്നലെ പള്ളിയിൽ പോയിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. മുതിർന്ന താരങ്ങളും ഒപ്പം തന്നെ സംവിധായകരും അടക്കം പറഞ്ഞിരുന്നു, ന്യൂ ജനറേഷൻ നായകന്മാരിലും ഒപ്പം ന്യൂ ജനറേഷൻ നടന്മാരിലും ലഹരിയുടെ വ്യാപനം കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പല മുതിർന്ന സംവിധായകരുമായി സഹകരിക്കാത്തത്. അങ്ങനെയാണോ? ഈ ന്യൂ ജനറേഷന്റെ പ്രായം എത്രയാ? 30-ആണോ 40-ആണോ? ഓക്കെ, എന്ന് പറയുന്ന കഞ്ചാവാണ്. അതെ, അതൊരു 30 വയസ്സിനെയാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ 30-35 ആയിരിക്കാം. അപ്പോ 10 വർഷം മുന്നേ ഈ പറഞ്ഞ കഞ്ചാവ് ഉണ്ടായിരുന്നില്ലേ? അതല്ല ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ച 10 വർഷം മുന്നേ 20 വർഷം മുന്നേ ഇതുണ്ടായിരുന്നില്ലേ? ആരും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെല്ലാവരും, അതായത് ഞാൻ ഷൈനല്ല ഉദ്ദേശിച്ചത്, അതായത് ന്യൂ ജനറേഷൻ നായകന്മാരും നടന്മാരും ഒരുപക്ഷെ സെറ്റിലിരുന്ന് പോലും പരസ്യമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, മുതിർന്ന നടന്മാര് പറഞ്ഞതാണ്, മുതിർന്ന സംവിധായകർ പറഞ്ഞതാണ്. എനിക്കറിയില്ല. ഇത് പോലീസ് പ്ലാൻ ചെയ്ത ഒരു കേസാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പോലീസ് പ്ലാൻ ചെയ്തതല്ല. അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാം കേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. മുൻപ് ഉപയോഗിച്ചിരുന്നില്ല എന്ന് ചോദിച്ചു. ആ ചോദ്യം ഒന്നുകൂടെ അത് മനസ്സിലാക്കാം. സെറ്റിലിരുന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ജോയിന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ, അതായത് ജോയിന്റ് ചുരുട്ടാൻ വേണ്ടി മാത്രം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞത് മുതിർന്ന ഒരു സംവിധായകൻ തന്നെയാണ് പല സെറ്റുകളിലും. പിന്നെ താരങ്ങൾ ചില താരങ്ങളടക്കം വൈകുന്നേരങ്ങളിൽ സംവിധായകരും താരങ്ങളും മുറിയിലിരുന്ന് വലിക്കാറുണ്ട്, ചിലപ്പോൾ സെറ്റിലിരുന്ന് വലിക്കാറുണ്ട്. മിക്കവാറും ചില ക്യാമറാമാൻമാർ ഇതിന്റെ ഇൻഫ്ലുവൻസിലാണ് ഷൂട്ടിംഗ് നടത്തുന്നത് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ പല സിനിമകളിലും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കിളിബോയ് പോലുള്ള സിനിമകളിൽ സ്റ്റഫ് എടുക്കുന്നത് ഒരു വലിയ കുറ്റമല്ല എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചർച്ചയായത്. അങ്ങനെ ഇല്ല, ആ ഒരു പ്രവണത ഇല്ലാന്ന് ഷൈന് പറയാൻ പറ്റും. എനിക്കറിയില്ല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഴയ കണ്ട ചിത്രങ്ങളിലും അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ച് സിനിമകളിൽ കാണിക്കും. സിനിമകളിലെ പ്രത്യേക സാധനങ്ങളെ കുറിച്ച് മാത്രമാണ് കാണിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, അതൊരു സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ്. ഷൈൻ 60 ദിവസം ജയിലിൽ കിടന്നു. ഈ സമയത്ത് ഷൈൻ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഷൈൻ്റെ മാനേജർ ഹാരിസ് മാത്രമായിരിക്കും. മറ്റാരും ഷൈനെ കാണാൻ വന്നിരുന്നില്ല. അവരെല്ലാം രഹസ്യമായി ഞങ്ങളെ അടക്കം ഫോണിൽ വിളിച്ചിരുന്നു, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കാൻ വേണ്ടി. കാണാൻ വന്നിരുന്നല്ലോ എന്റെ വീട്ടുകാരും ബന്ധുക്കളും. അതിപ്പോ ഞങ്ങളൊക്കെ ഷൈനുമായിട്ട് ഇടയ്ക്ക് പോയി ജയിലിൽ കാണുന്നുണ്ടായിരുന്നു. കോടതിയിൽ വരുമ്പോൾ ഞങ്ങൾ വന്ന ദിവസം പോലും ഒരു മീഡിയയിൽ വന്നത്, അന്ന് ഞാനും ഷൈൻ്റെ ഡാഡിയും ഒക്കെ കോടതിയിലുള്ള ദിവസം പിറ്റേ ദിവസം മീഡിയ പറഞ്ഞത് ഷൈനെ കാണാൻ ആരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ വീട്ടുകാരോ എത്തിയിരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രചരണങ്ങൾ ഇപ്പൊ പല ഇതൊരു മാർക്കറ്റിംഗ് ആണല്ലോ, മീഡിയ അല്ല പ്രചരണമല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ഞങ്ങളിത് ഇതിൽ പെട്ട ആൾക്കാരാണ്, ഞങ്ങളതിൽ പോകുന്ന ആൾക്കാരാണ്. ജയിലിന്റെ നിയമം അനുസരിച്ചുള്ള ഇന്റർവ്യൂ അവിടെ പറ്റില്ല. എല്ലാ ദിവസവും നമുക്ക് ഡയറക്ടർ അടക്കമുള്ള ആളുകളെ, ഈ പടത്തിന്റെ വിശ്വാസം അതല്ല എല്ലാത്തിന്റെ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഷൈനിന് ജാമ്യം ലഭിക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അവിടെ കാണുന്നത്. അല്ല, അതിപ്പോ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല് സുഹൃത്തിനെ എല്ലാ പ്രാവശ്യവും ഞാൻ കാണാറുണ്ട്. ചിലപ്പോ എന്നെ സുഹൃത്തിനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ കണ്ടിട്ട് എന്നെ പോലുള്ള ഒരു അത്ര പ്രശസ്തനായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ വന്നു എന്നൊക്കെ വന്നു. കൂടുതൽ സംശയം ജയിലില് റെക്കോർഡുണ്ട്. നമ്മൾ എത്ര അത് നമ്മളിപ്പോ പരസ്യമായിട്ട് ബോധിപ്പിക്കേണ്ട കാര്യമല്ല. പൊതുവായിട്ട് ആഴ്ചയിൽ 2 ദിവസമാണ് അവർ സന്ദർശനം അനുവദിക്കുന്നത്. അതൊരു ദിവസം 3 പേർക്കാണ് അനുവദിക്കുക. പിന്നെ ഷൈന്റെ ബന്ധുക്കളും വീട്ടുകാരും അതേമാതിരി പടത്തിന്റെ ആൾക്കാർക്കെന്ന് പറഞ്ഞ കുറെ അകലുള്ളവരാണ്.
ഹാരിസ് എന്ന് പറഞ്ഞ ലോക്കലാണ്, എറണാകുളത്തേരാണ്. അപ്പൊ അതുകൊണ്ട് ഹാരിസ് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഏതൊരു ഹാരിസിനെ കാണുന്നത്. അത് മാത്രമല്ല ഹാരിസിനെ കൂടുതൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഹാരിസ് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. എപ്പോഴും എല്ലാവർക്കും ഓടിയെത്താൻ പറ്റില്ല. അല്ല, ഹാരിസ് പെട്ടെന്ന് ഉണ്ടായതല്ല. എല്ലാവർക്കും ദൈവത്തിനോട്